ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. എംബസിയുടെ ഇടപെടലിനെ തുടർന്നാണ് മോചനം സാധ്യമായത്. മാലിന്യ നീക്കത്തെ ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം. രാഷ്ട്രീയ നാടകമെന്ന് ബിജെപി. കാഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി ജിനോ ജോൺസണാണ് മരിച്ചത്. കുന്നകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിലും ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം നൽകിയത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു. ചാത്തൻകോട്ടിൽ അൻസാറിന്റെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് ബുധനാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. അർമേനിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായി. എംബസിയുടെ ഇടപെടലോടെയാണ് മോചനം സാധ്യമായത്. മോചിതനായ ശേഷം വിഷ്ണുവും ബന്ധുവും എംബസിയിലേക്ക് പോവുകയാണെന്ന് വിളിച്ചറിയിച്ചതായി അമ്മ ഗീത അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട പെരുവലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അർമേനിയയിൽ ബന്ദിയാക്കിയ വിവരം വീട്ടുകാർ അറിഞ്ഞത്. ഹോസ്റ്റൽ നടത്തിപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2.5 ലക്ഷം ആവശ്യപ്പെട്ടാണ് ഉടമ തടങ്കലിലാക്കിയത്. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ പ്രവാസി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെടുകയും മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകുകയായിരുന്നു. ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് മോചനം സാധ്യമാക്കിയത്. മാലിന്യ നീക്കത്തെ ചൊല്ലി ഇരിങ്ങാലക്കുട കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം. രാഷ്ട്രീയ നാടകമെന്ന് ബിജെപി. നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം തടസ്സപ്പെട്ടത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി യോഗത്തിനെത്തിയത്. കൌൺസിൽ ആരംഭിച്ച ഉടനെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അജണ്ടയ്ക്ക് ശേഷം ചർച്ച ചെയ്യാമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ നിലപാടെടുത്തു. ഇതോടെ LDF അംഗങ്ങൾ മുദ്രാവാക്യ വിളികളുമായി കൌൺസിലിന്റെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് ഒരജണ്ട ഒഴിച്ച് മറ്റെല്ലാ അജണ്ടയും പാസ്സായതായും കൌൺസിൽ അവസാനിപ്പിച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ധാർഷ്ട്യത്തോടുകൂടിയാണ് പെരുമാറിയതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് KR വിജയ് ആരോപിച്ചു. ഞങ്ങൾക്ക് മങ്ങാടിക്കുന്നിലെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എണീറ്റ് നിന്ന് ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ വളരെ ധാർഷ്ട്യത്തോടുകൂടി ജനാധിപത്യ വിരുദ്ധമായി കീഴ്വഴക്കത്തിന് വിരുദ്ധമായി അതൊക്കെ ചർച്ച ചെയ്യാം, അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്നാൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള മാലിന്യ നീക്കം ഇഴയാൻ കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ സുജാ സജീവ് കുമാർ സർക്കാർ ഏജൻസി കൃത്യമായി മാലിന്യം കൊണ്ടുപോകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചൂണ്ടിക്കാട്ടി. വളരെ സങ്കടത്തോടുകൂടി പറയട്ടെ, ഈ ഒരു എഗ്രിമെന്റ് മുൻകാലങ്ങളിൽ തൊട്ട് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം വരെയും അത് കൃത്യമായി നടക്കുന്നില്ല. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് വേണ്ടി ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അവർ കൃത്യസമയങ്ങളിൽ വന്ന് ഇടവേളകളിൽ വന്ന് എടുത്തിട്ട് പോകാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതേസമയം മാലിന്യം കൊണ്ടുപോകുന്നതിനായി 4 സ്വകാര്യ ഏജൻസികൾ തയ്യാറായിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മാലിന്യ നീക്കം വേഗത്തിലാക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ ചുമതല LDFന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണെന്നും വാർഡ് കൌൺസിലറും വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. കൌൺസിലിൽ നടന്നത് നാടകമാണെന്ന് BJP ആരോപിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്ന് BJP പാർലമെന്ററി നേതാവ് സന്തോഷ് ബോബൻ പറഞ്ഞു. ഈ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൻ്റെ പരിപാലനം പൂർണ്ണമായിട്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കയ്യിലാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടപെട്ട് പരിഹരിക്കേണ്ട ആ പ്രശ്നങ്ങൾ കൗൺസിലിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. കൗൺസിലിൽ പ്രതിപക്ഷത്തിൻ്റെ പല്ലും നഖവും കളഞ്ഞത് LDF ആണ്. ഇവർ വയനാട്ടിൽ ഒരുമിച്ച് മത്സരിക്കേണ്ടവരാണ്. അവരെന്തിനാണ് ഈ കൗൺസിലിൽ ഇങ്ങനെ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷം എന്നുള്ള ഒരു നാടകം കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. TCV ഇരിങ്ങാലക്കുട. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ വീട്ടിൽ ജിനോ ജോൺസണാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാഞ്ഞാണി സെന്ററിൽ വെച്ച് ജിനോയും സുഹൃത്ത് പൂവത്തിങ്കൽ അഗസ്റ്റിൻ ജോണിയും സഞ്ചരിച്ചിരുന്ന ബൈക്കും
എതിർദിശയിൽ വന്നിരുന്ന താനാപ്പാടത്ത് വിജീഷ് എന്നയാളുടെ ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ അഗസ്റ്റിനെയും വിജീഷിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് തക്കാളിയുമായി പോയിരുന്ന പിക്കപ്പ് വാനാണ് ചരക്ക് ലോറിയിൽ ഇടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിലും ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി സ്വദേശികളായ ആനപ്പറമ്പിൽ വീട്ടിൽ ആലിക്കുട്ടി, നിഷ, ഷിഫ്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ടയർ പൊട്ടിയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിലിടിച്ച് നിന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കിള്ളിമംഗലം ഉതുവടിയിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ സർവീസ് സെന്ററിന് സമീപമാണ് അപകടം നടന്നത്. എളനാട് ചൂലിപ്പാടം സ്വദേശികളായ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയി റോഡരികിലെ വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗവും വൈദ്യുതി തൂണും തകർന്നു. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചാട്ടുകുളം തൈക്കാട് റോഡിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. നടത്തറ സ്വദേശികളായ മണികണ്ഠൻ, അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാട്ടുകുളം ഭാഗത്തുനിന്ന് തൈക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ഉപാധികളുടെ ജാമ്യം നൽകിയത്. ജാമ്യം നൽകുന്നതിന് എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനായ അരവിന്ദാക്ഷൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 26-നാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു. പരുത്തിപ്ര ചാത്തൻകോട്ടിൽ അൻസാർ ഷിഹാന തസ്നി ദമ്പതികളുടെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. കുഞ്ഞിനെ ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് ബുധനാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. ഉച്ചയ്ക്ക് 2-ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുക. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കലോത്സവം 21-ന് സമാപിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ അഗ്നീർ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നിരവധി പേർ രംഗത്ത്. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും 12ഓളം പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ദമ്പതികളായ കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ 5ഓളം പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരും ഒളിവിലാണ്. തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി സൂചനയുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി രക്ഷിതാവ്. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്ത് വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായ ഹേമ ശശികുമാർ തന്റെ ഇരട്ടക്കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനു വേണ്ടി EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളറക്കാട്, കടങ്ങോട്, ചിറമനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്തിയത്. ഫയൽ സമർപ്പിച്ചപ്പോൾ എല്ലാ രേഖകളും ഇല്ലെന്ന് പറഞ്ഞ് രോഷാകുലനായി ഫയൽ തന്റെ നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഹേമ ശശികുമാർ പറയുന്നു. 10 മിനിറ്റിനുള്ളിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുമായി എത്താമെന്ന് അറിയിച്ചപ്പോൾ
വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ രേഖകളും വേണമെന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും ഹേമ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് വില്ലേജ് ഓഫീസറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് ആള് ലീവായിരുന്നു. നമുക്കാണെന്ന് വെച്ചാൽ ഡിഗ്രി അലോട്ട്മെന്റിന്റെ എഡിറ്റ് ഓപ്ഷൻ ഡേറ്റ് 17 വരെ ഉള്ളൂ. അതിൽ 17-ാം തീയതി തിങ്കളാഴ്ച ഹോളിഡേ ആണ്, പെരുന്നാളായിട്ട്, പിന്നെ ഒരു ഞായറാഴ്ചയും. നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ലീവാണ്, ആളേതോ മീറ്റിങ്ങിന് പോയിക്കണമെന്ന് എന്തോ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ അതേപോലെ ചെന്നു, ഫയലായിട്ട് ചെന്ന് ഞാൻ ആളുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ അപ്പോൾ ആളിതൊക്കെ എടുത്ത് പ്രൂഫ് ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിലെല്ലാം ഉണ്ട്, പ്രൂഫുകളൊക്കെ കൊണ്ടിട്ട് വന്നക്കടേന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ശശികുമാർ ആരാ ചോദിച്ചു. അപ്പോൾ അത് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ ആളെവിടെയാണ് ചോദിച്ചു. ആൾ വർക്കിന് പോയിക്കാണ് പറഞ്ഞു. അപ്പോൾ ആളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ടാവുന്ന കാര്യമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട്. അപ്പോൾ എടുത്ത വഴിക്ക് ചോദിച്ചു, തൻ്റെ അടുത്ത് ഞാൻ വന്ന പക്ഷേ എന്തിനാ വന്നതെന്നല്ലേ ചോദിച്ചത്. ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ് ആ ഫയൽ എറിയുണ്ടായത്. നിസ്സാര കാരണം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരുന്ന വില്ലേജ് ഓഫീസറുടെ സമീപനത്തെ തുടർന്ന് തന്റെ മക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടെന്നും സ്കൂൾ പ്രവേശനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മോശമായാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്നും ഹേമ പരാതിയിൽ പറയുന്നു. സാധാരണക്കാരായ ആളുകൾ കരഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. അറവ് മാലിന്യവുമായി പോയിരുന്ന ലോറി വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്ത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി. അനധികൃതമായി അറവ് മാലിന്യം കൊണ്ടുപോയ ലോറിയാണ് നഗരസഭ പിടിച്ചെടുത്ത് പിഴ ഈടാക്കിയത്. റോഡിൽ പരന്നൊഴുകിയ മൃഗക്കൊഴുപ്പ് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ക്ലോറിനേഷൻ നടത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ശുചീകരിച്ചു. ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ, JAHI സുജിത്, വർഗീസ്, പ്രമോദ് എന്നിവർ ലോറി പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ് അറിയിച്ചു. വാഹനത്തിന്റെ ഉടമ മഞ്ചേരി സ്വദേശി നാസറിൽ നിന്ന് നഗരസഭ 20,000 രൂപ പിഴ ഈടാക്കി. കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പാനാളിൽ പുതിയ മിനി MCF സ്ഥാപിച്ചു. പൊളിച്ചുമാറ്റിയ മിനി MCFന് പകരം അതേ സ്ഥലത്ത് പുതിയ MCF സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. 1 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മിനി MCF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരൻ പൊളിച്ചുമാറ്റിയെന്നാരോപിച്ചും സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടും നേതാക്കൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അടിയന്തരമായി പൊളിച്ചുമാറ്റിയ മിനി MCF പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിക്കുകയും വകുപ്പ് തലങ്ങളിലേക്ക് പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് വേണ്ട നടപടികൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ഇതേ തുടർന്നാണ് ആലിൻചുവട് പ്രദേശത്ത് പുതിയ മിനി MCF സ്ഥാപിച്ചത്. സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്ന് വരുത്തിത്തീർത്ത് സ്വകാര്യ വ്യക്തികൾക്കു വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും കൂട്ടുനിന്നതിലും പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതിൽ പ്രതിഷേധമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഈ പുനഃസ്ഥാപിച്ചതിൽ ഒതുങ്ങില്ല. തീർച്ചയായും ഇത് കയ്യേറ്റം ഭൂമിയാണ് എന്ന് വരുത്തി തീർത്ത് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതിൽ ബന്ധപ്പെട്ട ആളുകളും കൂട്ടുനിന്നതിലുള്ള വളരെ ശക്തമായ പ്രതിഷേധം, പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. പടിയൂർ പഞ്ചായത്ത് അംഗത്തിനെതിരെ കാപ്പ ചുമത്തി നാടുകടത്തി. പടിയൂർ പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് മണ്ണായിയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. BJP അംഗമായ ശ്രീജിത്ത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. മുൻപും ഇയാൾക്കെതിരെ വധശ്രമ കേസ് ഉൾപ്പെടെ വിവിധ കേസുകളുള്ള സാഹചര്യത്തിലാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ജസ്റ്റിനാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയത്. 6 മാസക്കാലത്തേക്കാണ് ശ്രീജിത്തിനെ കാപ്പ ചുമത്തി നാട് കടത്തിയിരിക്കുന്നത്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കും യാത്രക്കാരെയും ഏതാനും മീറ്റർ വലിച്ചിഴയ്ക്കുന്നതും കാണാം. മലപ്പുറം വെളിയങ്കോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ 20 വയസ്സുള്ള മത്സൂക്കാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാഖിന്റെ മകൻ 20 വയസ്സുള്ള അജ്മലിന് പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും
പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം നടന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മത്സൂഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ അജ്മൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ ചേന്തനും കുടുംബത്തിനും ഇനി സുരക്ഷിതമായ വീട്ടിൽ അന്തിയുറങ്ങാം. സഹപ്രവർത്തകരുടെ ശ്രമഫലമായി പണി കഴിപ്പിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ചേന്തന് കൈമാറി. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിൽ NMR തസ്തികയിൽ നിന്ന് വിരമിച്ച ചേതന കയറിക്കിടക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരും ഇപ്പോൾ സർവീസിലുള്ളവരും ചേർന്ന വീട് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗബാധിതനായ ചേതൻ അസുഖബാധിതയായ ഭാര്യയ്ക്കൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സർക്കാർ പെൻഷൻ ലഭിച്ചിരുന്നതിനാൽ ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചുവെങ്കിലും നിരസിക്കപ്പെടുകയായിരുന്നു. തുച്ഛമായ പെൻഷൻ തുക മരുന്നിന് പോലും തികഞ്ഞിരുന്നില്ല. 1.5 സെന്റ് സ്ഥലത്ത് 380 ചതുരശ്ര അടിയിൽ പണിതു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന കുര്യൻ നിർവഹിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ MD വിൻസെന്റ് അധ്യക്ഷനായി. വാർഡംഗം അൽഫോൺസ പോൾസൺ, ഉണ്ണികൃഷ്ണൻ, NK ശശിധരൻ, സതീഷ് കുമാർ, അശോകൻ, മനു എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ് ചേർപ്പ്. സർക്കാരിൽ നിന്നും ഉത്രാളിക്കാവ് പൂരത്തിനാവശ്യമായ സഹായങ്ങൾ കൂടുതലായി ലഭ്യമാക്കാൻ പരിശ്രമിക്കുമെന്ന് CV ചിറ്റിലപ്പള്ളി MLA. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശ കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, അണ്ടേങ്ങാട് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത കള്ള് വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ മദ്യനയത്തിനെതിരെ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളികൾ ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും. അന്തിക്കാട് INTUC ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV രാമദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ VR വിജയൻ, AB സജീവൻ, PD ഷാജു, NR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, ഡോക്ടർ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകി. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ വരുന്ന SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-ന് വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ AV വല്ലഭൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AV വല്ലഭൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, കുന്നംകുളം AEO A മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷയിൽ ചാലക്കുടി മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദരം ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, നഗരസഭാ വൈസ് ചെയർമാൻ ആലീസ് ഷിബു, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏത് സബ്ജക്റ്റും പഠിക്കാം, ലാംഗ്വേജ് പഠിക്കാം. നിങ്ങൾ എനിക്ക് MBA അതുകൊള്ളാം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് MBA എടുത്തത്? എനിക്ക് LLB ഉണ്ട്. ഏത് ലോ സ്കൂളിൽ നിന്നാണ് എടുത്തത്? എവിടെ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, ഏത് കോളേജിൽ നിന്നാണ്? ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കിട്ടുന്ന ഡിഗ്രിയേക്കാൾ പ്രധാനമാണ് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ നിങ്ങൾ അന്വേഷിക്കണം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പോയി പഠിക്കണം എന്ന് നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനം.
പോക്സോ കേസ് പ്രതിയെ കർണാടകയിൽ നിന്ന് ചേർപ്പ് പോലീസ് പിടികൂടി. കർണാടക ബിജാപൂർ സ്വദേശി അരവിന്ദ് രത്തോഡിനെയാണ് പിടികൂടിയത്. 4 വർഷം മുമ്പ് ചേർപ്പിൽ സ്വർണ്ണപ്പണിക്കെത്തിയ ഇയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൌഹൃദത്തിലാവുകയും പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുമെന്നാണ് പരാതി. ചേർപ്പ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SIമാരായ TA റാഫേൽ, വസന്തകുമാർ, സീനിയർ CPO PA സരസപ്പൻ, ES ജീവൻ, CPO VM മഹേഷ്, സൈബർ വിദഗ്ധൻ CR സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഏനാമാവ് ഗ്രാമദീപത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ സംഗമം നടത്തി. നെഹ്റു പാർക്കിൽ നടന്ന കലാകാരന്മാരുടെ സംഗമം ചിത്രകാരൻ KC ജോബി ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ ഷിജു വെങ്കിടങ്ങ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രമാദേവി, രഞ്ജിനി അനിലൻ, ഷൈനി അറുമുഖൻ, കൃഷ്ണദാസ് വെങ്കിടങ്ങ്, റഷീദ് നമ്പഴിക്കാട്, ജിജി മധു തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക താമരത്തറ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സംസ്ഥാനതല സത്യജിത്ത് റേ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി മത്സരത്തിൽ സത്യജിത്ത് റേ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ സിരിൻസനെ ചലച്ചിത്ര സംവിധായകൻ TK വാസുദേവൻ ആദരിച്ചു. MK വിജയരത്നം ആദരം ഉദ്ഘാടനം ചെയ്തു. KM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ മാള ഏരിയ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സിന്ധു അശോക് അധ്യക്ഷയായി. OS റഷീദ്, അരുൺ പോൾ, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി രാജു വെള്ളാങ്ങല്ലൂർ, സെക്രട്ടറിയായി സന്തോഷ് ഐഡിയൽ എന്നിവരെ തെരഞ്ഞെടുത്തു. നന്മണിക്കര MKMC UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിർമ്മിച്ച ശുചിമുറി ബ്ലോക്കിന്റെയും കിച്ചൺ കം സ്റ്റോറിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു മുഖ്യാതിഥിയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, അജിത രാജീവൻ, പോൾസൺ തെക്കുംപീടിക, PTA പ്രസിഡന്റ് KR പ്രജീഷ്, പ്രീതി നാരായണൻ, KV ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരെ, PTA ഭാരവാഹികൾ കഴിഞ്ഞ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കാണാൻ കഴിഞ്ഞു. പെരിഞ്ഞനം പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം കൈമാറി. ശുചിത്വ മിഷന്റെ സഹായത്തോടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വാഹനം വാങ്ങിയത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വാഹനം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ചെയർപേഴ്സൺമാരായ ER ഷീല, ഹേമലത രാജ്കുട്ടൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരൂപ്പടഞ്ഞയിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. പറപ്പറമ്പിൽ വീട്ടിൽ സിറാജുദ്ദീന്റെ മകൻ 22 വയസ്സുള്ള സൽമാൻ ഫാരിസാണ് മരിച്ചത്. 4 സുഹൃത്തുക്കളുമൊത്ത് കുളിക്കുന്നതിനിടയിൽ കൊതുമ്പുകുളത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി. തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി നടത്തിയെന്നാരോപിച്ച് ഭരണകക്ഷിയിലെ പഞ്ചായത്ത് അംഗം കമ്മിറ്റി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. 10ാം വാർഡ് അംഗം ടീന തോബിയാണ് പ്രതിഷേധിച്ചത്. പ്രസിഡന്റിന്റെ 9ാം വാർഡിൽ പുനരുദ്ധരിക്കേണ്ട തോടിന്റെ പേരിൽ 10ാം വാർഡിൽ കഴിഞ്ഞ വർഷം പാർശ്വഭിത്തി പുനരുദ്ധരിച്ച മുക്കണാംചാൽ തോട്ടിൽ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്ന് ടീന ആരോപിച്ചു. 3 വർഷം കാലാവധിയുള്ള ചകിരിവല വെറുതെ നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിച്ചതുവഴി സർക്കാരിനും വലിയ നഷ്ടമുണ്ടാക്കി. തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനവും നഷ്ടപ്പെടുത്തിയെന്ന് ടീന ആരോപിച്ചു. 10ാം വാർഡിൽ പകൽവീട് നിർമ്മാണത്തിന് ഉപാധികളോടെ നൽകിയ NOC ജില്ലാ പഞ്ചായത്ത് നിരാകരിച്ചതിനെ തുടർന്ന് പകൽവീട് നിർമ്മാണം മുടങ്ങിയതിലും ടീന തോബി യോഗത്തിൽ പ്രതിഷേധിച്ചു. കാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ മുക്കണാഞ്ചാൽ തോട് 2021 ജനുവരിയിൽ ചകിരിവല വിരിച്ച് സംരക്ഷിച്ചതാണ്. എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു പേരിൽ ഇതേ വർക്ക് വീണ്ടും നടത്തുകയുണ്ടായി. 9ാം വാർഡിലെ തൊഴിലാളികളെ വെച്ച്
ചെങ്ങാലൂർ പാടശേഖരണത്തിലെ ചെറുതോടുകളുടെ നവീകരണവും സംരക്ഷണവും എന്ന പേരിൽ ആൾമാറാട്ടം മാതിരി വ്യാജ രേഖകൾ ചമച്ച് നടത്തുകയുണ്ടായി. ഈ നടന്ന നടപടിക്കെതിരെയും എന്റെ വാർഡിലെ പകൽ വീടിന് ശരിയായ NOC നൽകാത്തതിന്റെ പേരിലുമാണ് വാർഡ് മെമ്പറും ഭരണകക്ഷി അംഗവുമായ ടീന തോബി എന്ന ഞാൻ പ്രതിഷേധിച്ചത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അർമേനിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു മോചിതനായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. എംബസിയുടെ ഇടപെടലിനെ തുടർന്നാണ് മോചനം സാധ്യമായത്. മാലിന്യ നീക്കത്തെ ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം. രാഷ്ട്രീയ നാടകമെന്ന് BJP. കാഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കടശാങ്കടവ് സ്വദേശി ജിനോ ജോൺസണാണ് മരിച്ചത്. കുന്നകുളം ചൊവ്വന്നൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലും സ്കൂട്ടറിലും ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം നൽകിയത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു. ചാത്തൻകോട്ടിൽ അൻസാറിന്റെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് ബുധനാഴ്ച കുന്നംകുളത്ത് അരങ്ങുണരും. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.